സമീപകാലത്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കിടിലൻ ഫോമിലാണ് ടീം ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിലും T20 പരമ്പരയിലും മികച്ച വിജയമാണ് ടീം നേടിയത്. അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഏറ്റവും കൂടുതൽ കിരീട പ്രതീക്ഷകൾ കൽപ്പിക്കപ്പെടുന്ന ടീമാണ് ടീം ഇന്ത്യ. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കിടിലൻ ഫോമിൽ കളിച്ചു മുന്നേറുന്ന ടീം ഇന്ത്യയുടെ സമീപകാലത്തെ ടെസ്റ്റ് റെക്കോർഡ് ദയനീയമാണ്. ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ 0-3 തോറ്റ ഇന്ത്യ ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും കനത്ത പരാജയം ഏറ്റുവാങ്ങി. ഈ പരമ്പരകളിലെല്ലാം ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ദയനീയമായിരുന്നു രോഹിത് ശർമ്മയുടെ അവസ്ഥ. ഇന്ത്യയുടെ പരാജയങ്ങൾക്ക് പ്രധാന കാരണങ്ങളിലൊന്നും രോഹിത്തിന്റെ ബാറ്റിംഗും ക്യാപ്റ്റൻസിയുമായിരുന്നു. ഇപ്പോൾ ടെസ്റ്റിലെ തുടർച്ചയായ ദയനീയ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ രോഹിത് ശർമ്മയെ ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്താക്കാൻ BCCI നീക്കം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ ഇനി ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ എടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ടീമിന്റെ ഉപനായകനായ പേസ് ബൗളർ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ടീമിന്റെ പുതിയ സ്ഥിരം ക്യാപ്റ്റനാകുമെന്നും ജൂൺ ജൂലൈ മാസങ്ങളിലായി ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന 5 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ബുംറയുടെ ക്യാപ്റ്റൻസിയിലായിരിക്കും ഇന്ത്യ ഇറങ്ങുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ബുംറ IPLൽ മുംബൈ ഇന്ത്യൻസിൽ കളിച്ചുകൊണ്ട് തിരിച്ചെത്തുകയും ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുകയും ചെയ്യുമെന്നും രോഹിത് ശർമ്മയെ ഇനി ടെസ്റ്റ് ടീമിൽ എടുക്കാൻ സാധ്യതയില്ല എന്നുമാണ് BCCIയോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. പലതവണയായി ഇന്ത്യയെ 3 ടെസ്റ്റുകളിൽ നയിച്ചിട്ടുള്ള താരമാണ് ജസ്പ്രീത് ബുംറ. ഇക്കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ കളിയിൽ ബുംറയ്ക്ക് കീഴിൽ കളിച്ച ഇന്ത്യ 295 റൺസിന്റെ കൂറ്റൻ ജയവും നേടിയിരുന്നു. T20യിലും ബുംറ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുണ്ട്. 37-കാരനായ രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയറിന് ഏറെക്കുറെ അവസാനമായെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ 67 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇറങ്ങിയ രോഹിത് ശർമ്മ 40.58 ബാറ്റിംഗ് ശരാശരിയിൽ 4302 റൺസാണ് നേടിയിട്ടുള്ളത്. 12 സെഞ്ചുറികളും 18 അർദ്ധ സെഞ്ചുറികളും ടെസ്റ്റിൽ അദ്ദേഹം സ്കോർ ചെയ്തു. ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷൻ മീറ്റിംഗിനിടെ BCCI അംഗങ്ങൾ രോഹിത് ശർമ്മയുമായി ചർച്ച നടത്തിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഭാവി എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് രോഹിത്തിനെ BCCI അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ട്. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് മുമ്പ് ഫോം വീണ്ടെടുക്കാനുള്ള രോഹിത് ശർമ്മയുടെ ശ്രമം നാഗ്പൂരിൽ വിജയിച്ചിരുന്നില്ല. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഏകദിനത്തിൽ 2 റൺസിന് പുറത്താവുകയായിരുന്നു. 7 പന്തുകൾ മാത്രം കളിച്ച രോഹിത് ശർമ്മ മഹ്മൂദിന്റെ പന്തിൽ ഫ്ലിക്ക് ഷോട്ടിന് ശ്രമിച്ചാണ് അന്ന് പുറത്തായത്. എന്നാൽ സമീപകാലത്ത് തുടർച്ചയായി ഫ്ലോപ്പായെങ്കിലും ഫോമിലേക്കുള്ള രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവ് കണ്ട മത്സരമായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനം. കട്ടക്കിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയാണ് രോഹിത് നേടിയത്. വെറും 76 പന്തുകളിൽ സെഞ്ചുറിയിലെത്തിയ രോഹിത് ശർമ്മ 90 പന്തുകളിൽ 119 റൺസ് നേടിയാണ് പുറത്തായത്. 12 ഫോറുകളും 7 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കിടിലൻ ഇന്നിംഗ്സ്. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി രോഹിത് ഫോം വീണ്ടെടുത്തത് ടീം ഇന്ത്യക്ക് ആശ്വാസം നൽകുന്നുണ്ട്.